കണ്ണൂർ കോർപ്പറേഷൻ മേയർ പദവി തീരുമാനം അനിശ്ചിതത്വത്തിലേക്ക്. തെരഞ്ഞെടുപ്പിന് മണിക്കൂറുകൾ മാത്രം ശേഷിക്കെ കോൺഗ്രസ് വിമതൻ പി.കെ. രാഗേഷ് നിലപാട് വ്യക്തമാക്കിയിട്ടില്ല. അതേസമയം മേയർ സ്ഥാനത്തേക്ക് കൗൺസിലർ ഇ.പി. ലതയെ മത്സരിപ്പിക്കാൻ LDF തീരുമാനിച്ചു. വിശദാംശങ്ങളുമായി ജോഷില ചേരുന്നു. ജോഷില ഇപ്പോഴുള്ളത് എന്തായാലും വിമതൻ രാഗേഷിന്റെ വസതിക്ക് മുന്നിൽ ആണെന്നാണ് കരുതുന്നത്. എങ്ങനെയാണ് നിലപാട്? എന്തായാലും എല്ലാ കണ്ണുകളും കേന്ദ്രീകരിക്കപ്പെടുന്നത് രാഗേഷിലേക്കാണ്. ഇനി നിമിഷങ്ങൾ മാത്രമേ ഉള്ളൂ. രാഗേഷിന്റെ മനസ്സിലുള്ള കാര്യങ്ങൾ വ്യക്തമാക്കിയാൽ മാത്രമേ കണ്ണൂർ കോർപ്പറേഷന്റെ മുന്നോട്ടുള്ള പോക്ക്, ഭാവിയൊക്കെ തന്നെ അറിയാൻ കഴിയൂ. എന്തായിരിക്കും ഒരുപക്ഷെ തീരുമാനം വരാൻ പോകുന്നത്? പ്രജീഷ്, ഏറ്റവും അവസാനത്തെ നിർണായക നിമിഷങ്ങളിലേക്ക് കടന്നുകൊണ്ടിരിക്കുകയാണ്. പി.കെ. രാഗേഷ് ഇപ്പോൾ അണികളോട് സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. അവസാന നിമിഷം പോലും സമവായ ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. കെ.സി. ജോസഫ് അടക്കമുള്ള മന്ത്രി കെ.സി. ജോസഫിന്റെ അനുയായികൾ ഇവിടെ എത്തിയിട്ടുണ്ട് സമവായ ശ്രമങ്ങൾക്കായി. എന്നാൽ അതും പരാജയപ്പെടുന്ന അവസ്ഥയിലേക്കാണ് മാറുന്നത്. ഇനി അവസാനമായി ഉമ്മൻചാണ്ടി ഫോൺ വിളിക്കും എന്നുള്ള ഒരു പ്രതീക്ഷയിലാണ് ഇവർ നിൽക്കുന്നത്. എന്നാൽ പോലും ഇപ്പോഴും ഇടതുപക്ഷത്തേക്ക് തന്നെ എന്നുള്ള ഒരു തീരുമാനത്തിന്റെ ഭാഗമായാണ് അണികൾ നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ അണികളുമായുമുള്ള ചർച്ച നടന്നുകൊണ്ടിരിക്കുകയാണ്. അല്പസമയത്തിനകം പത്രപ്രതിനിധികളെ അവർ കാണും, മാധ്യമപ്രതിനിധികളെ കാണും, തീരുമാനം അറിയിക്കും. ഇനി ഏതാനും നിമിഷങ്ങൾക്കകം തന്നെ തീരുമാനം വരും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. മാത്രമല്ല ഇപ്പോൾ അവസാനമായി ഒരു ഉപാധി കൂടി പി.കെ. രാഗേഷ് വെച്ചിരിക്കുന്നു. മേയർ സ്ഥാനത്തേക്ക് സുമാ ബാലകൃഷ്ണനെ പരിഗണിക്കുന്നതല്ല, ഇതുകൂടി ഇപ്പോൾ കെ.പി.സി.സിക്ക് മുന്നിലുണ്ട്. ഇതുകൂടി കെ.പി.സി.സി പരിഗണിക്കുകയാണെങ്കിൽ അത് കെ. സുധാകരൻ ഏൽക്കുന്ന ഏറ്റവും വലിയ അടിയായി മാറും. സുമാ ബാലകൃഷ്ണൻ എന്ന് പറയുന്നത് കെ. സുധാകരന്റെ പ്രതിനിധിയാണ്. അതുകൊണ്ട് തന്നെ ഇത്തരമൊരു ഉപാധിക്ക് DCC നേതൃത്വം മാറണം. അതുപോലെ സുമാ ബാലകൃഷ്ണനെ ഈ മേയർ സ്ഥാനത്ത് നിന്ന് മാറ്റണം. ഇത്തരമൊരു ഉപാധിക്ക് കെ.പി.സി.സി വഴങ്ങുമെന്ന് തോന്നുന്നില്ല. എന്തായാലും പി.കെ. രാഗേഷ് അവസാന നിമിഷത്തിൽ ഇത്തരത്തിലുള്ള ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞു എന്നാണ് അറിയാൻ കഴിയുന്നത്. ഇടതുപക്ഷത്തേക്ക് മാറണം എന്നുള്ള ഒരു തീരുമാനത്തിലേക്ക് തന്നെയാണ് ഇപ്പോഴും അവസാന നിമിഷത്തിലും പ്രതീക്ഷകളുള്ളത്. അതുകൊണ്ട് തന്നെ അല്പസമയത്തിനകം ഈ തീരുമാനം പുറത്തുവിടും എന്ന് തന്നെയാണ് അണികളുടെ ഇടയിൽ നിന്നും നമുക്ക് കിട്ടുന്ന വിവരം. ജോഷില, എന്തായാലും ഇക്കാര്യത്തിൽ കടുത്ത ഉപാധികളാണ് ഒരുപക്ഷെ വയ്ക്കുന്നത്. ജില്ലയിലെ മുതിർന്ന അല്ലെങ്കിൽ കെ.പി.സി.സി ജനറൽ സെക്രട്ടറി കൂടിയായ സുമാ ബാലകൃഷ്ണനെ എന്തായാലും മേയർ സ്ഥാനത്ത് നിന്ന് മാറ്റണമെന്ന ഒരു ഉപാധി സ്വാഭാവികമായത് കെ.പി.സി.സിയുടെ പരിഗണനയ്ക്ക് വന്നാൽ കൂടി അതിനെ എത്രത്തോളം ഒരുപക്ഷെ അത് മുഖവിലേക്ക് എടുക്കാൻ കഴിയുന്നത് സംശയമാണ്. മാത്രവുമല്ല DCC പുനഃസംഘടിപ്പ് അല്ല അധ്യക്ഷനെ മാറ്റുക തുടങ്ങി ഇത്രത്തോളം ഉപാധികൾ മാറ്റപ്പെടാനുള്ള സാധ്യത വളരെ വിരളമാണ്. അങ്ങനെയെങ്കിൽ സമവായ സാധ്യതകൾ ഒരുപക്ഷെ ആ രീതിയിലുള്ള ചർച്ചകൾ എന്തായിരിക്കും ഒരുപക്ഷെ കെ.പി.സി.സി നേതൃത്വവും മുഖ്യമന്ത്രി അടക്കമുള്ളവർ, മുഖ്യമന്ത്രിയുടെ പ്രതിനിധിയായി എത്തിയിട്ടുള്ള കെ.സി. ജോസഫ് അടക്കം മുന്നോട്ട് വയ്ക്കുന്ന സമവായ നീക്കങ്ങൾ, ഉപാധികൾ എന്തൊക്കെയാണ്? പ്രജീഷ്, ഇപ്പോൾ ഏറ്റവും അവസാന നിമിഷത്തോട് അടുത്തിരിക്കുന്നു. ഇനി 2 മണിക്കൂർ മാത്രമാണ് ബാക്കിയുള്ളത്. ഈ അവസാന നിമിഷം, അവസാന വിലപേശലിന്റെ അറ്റത്ത് നിൽക്കുകയാണ് പി.കെ. രാഗേഷ്. അതായത് സുമാ ബാലകൃഷ്ണൻ എന്ന് പറയുന്ന കെ.പി.സി.സി ജനറൽ സെക്രട്ടറി, ഇത് കെ. സുധാകരന്റെ വലം കൈയാണ്. അതുകൊണ്ട് തന്നെ സുമാ ബാലകൃഷ്ണനെ ഈ സ്ഥാനത്ത് നിന്നും മാറ്റണം. ഇത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം, പ്രത്യേകിച്ച് കോൺഗ്രസ് ഐയെ സംബന്ധിച്ചിടത്തോളം കീറാമുട്ടിയായ ഒരു പ്രശ്നമാണ്. കെ. സുധാകരന്റെ വലം കൈ ഇല്ലാതാക്കുക, അതുപോലെ തന്നെ അത് മേയർ സ്ഥാനത്ത് നിന്നും ഇല്ലാതാക്കുക. മാത്രമല്ല DCC നേതൃത്വത്തിൽ ഇപ്പോൾ പ്രസിഡന്റായി നിൽക്കുന്നത് കെ. സുരേന്ദ്രനാണ്. സുരേന്ദ്രനെ ഇല്ലാതാക്കുക. ഇത് രണ്ടും ഈ വെട്ടിവീഴ്ത്ത നിരത്തലുകൾക്ക് കെ.പി.സി.സി വഴങ്ങുമെന്ന് തോന്നുന്നില്ല. അതുകൊണ്ട് തന്നെ ഇടതുപക്ഷത്തേക്ക് എന്നുള്ള ഒരു പ്രശ്നം അണികൾക്കടക്കം അത്തരമൊരു വികാരമുണ്ടായിരിക്കുന്നു. ഇന്ന് രാവിലെ മുതൽ അണികൾ ഇദ്ദേഹത്തിന്റെ വീട്ടിൽ, നമ്മൾ ഇപ്പോൾ നിൽക്കുന്ന വീട്ടിൽ ഉണ്ടായിരുന്നു. ഇപ്പോൾ അല്പസമയം മുൻപാണ് അണികളെ അദ്ദേഹം അകത്തേക്ക് വിളിച്ചിട്ടുള്ളത്. അണികളുമായുള്ള സമവായ ചർച്ചയ്ക്ക് ശേഷം അദ്ദേഹം മാധ്യമപ്രതിനിധികളെ കാണും. അതിനുശേഷം എന്താണ് തന്റെ തീരുമാനമെന്ന്, ഉറച്ച തീരുമാനം എന്താണെന്ന് പുറത്തുവിടും. അതേസമയം തന്നെ പി.കെ. രാഗേഷ് എല്ലാ തീരുമാനവും എടുത്തു കഴിഞ്ഞു എന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. അദ്ദേഹത്തിന്റെ തീരുമാനങ്ങൾ പ്രസ് റിലീസായി അടിക്കാനുള്ള തീരുമാനം വരെ അവസാന നിമിഷത്തിൽ എടുത്തു കഴിഞ്ഞു. ഇനി അത് പുറത്തുവിടേണ്ട ഒരു താമസം മാത്രമേ ഉള്ളൂ. അത് ഏറ്റവും അവസാന നിമിഷം വരെ നമുക്ക് അറിയാൻ കഴിയുന്നത് അദ്ദേഹം ഇടതുപക്ഷത്തേക്ക് തന്നെ നീങ്ങും. വീണ്ടും പ്രതിസന്ധിയിലാക്കിക്കൊണ്ട് UDFനെ പ്രതിസന്ധിയിലാക്കിക്കൊണ്ട് മുന്നോട്ട് പോകും എന്ന് തന്നെയാണ് ഏറ്റവും അവസാന നിമിഷം പോലും നമുക്ക് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. ജോഷില, അവിടെ എന്തായാലും എ ഗ്രൂപ്പ് പ്രതിനിധികൾ ഒരുപക്ഷെ മുഖ്യമന്ത്രിയുടെ വിശ്വസ്തരായി വരുന്ന കെ.സി. ജോസഫ് അടക്കമുള്ളവർ ഒരുപക്ഷെ ഉപാധികൾ വെക്കുമ്പോഴും ജില്ലയിൽ എന്തായാലും കെ. സുധാകരന്റെ അപ്രമാദിത്വം അല്ലെങ്കിൽ കെ. സുധാകരന്റെ ആ നീക്കങ്ങൾക്ക് തടയിടുക, തിരിച്ചടി നൽകുക, അതൊക്കെ തന്നെ എന്തായാലും ആദ്യം ഘട്ടം മുതൽ എ ഗ്രൂപ്പ് ഒളിഞ്ഞും അല്ലെങ്കിൽ അത്തരത്തിലുള്ള നീക്കങ്ങളൊക്കെ തന്നെ നടത്തിയിരുന്നു. ഈ ഒരു അവസാന ഘട്ടത്തിലേക്ക് എത്തുമ്പോഴും ഗ്രൂപ്പുകൾ എന്നതിനേക്കാൾ ഉപരി ഏകാഭിപ്രായത്തോടു കൂടിയുള്ള ഒരു സമീപനത്തിലേക്കാണോ ഇപ്പോൾ
ഉള്ള സമവായ ചർച്ചകൾക്ക് അവർ കൂടുതൽ മുൻഗണന നൽകുന്നത്. എന്താണ് ഒരു പക്ഷേ ഈ അവസാന നിമിഷമെങ്കിലും ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ എന്തുപാധിയായിരിക്കും ഒരു പക്ഷേ മുന്നോട്ട് വയ്ക്കാൻ സാധ്യതയുള്ളത്? ഒരുപക്ഷെ എല്ലാം അംഗീകരിച്ചില്ലെങ്കിൽ കൂടി അംഗീകരിക്കാൻ കഴിയാവുന്ന ചില ഉപാധികൾ. പ്രജീഷ്, കണ്ണൂരിലെ കോൺഗ്രസ് രാഷ്ട്രീയത്തെ സംബന്ധിച്ചിടത്തോളം കണ്ണൂരിൽ എ ഗ്രൂപ്പിലേക്ക് കാലു മാറി, അതായത് പോയ ആളാണ്. ഐ ഗ്രൂപ്പിൽ നിന്നും എ ഗ്രൂപ്പിലേക്ക് പോയ ആളാണ് പി കെ രാഗേഷ്. അതുകൊണ്ട് തന്നെ നേരത്തെ അടിച്ചമർത്തപ്പെട്ട പി രാമകൃഷ്ണന്റെ ശക്തി വർദ്ധിച്ചു. എ ഗ്രൂപ്പിന്റെ തിരിച്ചുവരവിനുള്ള ഒരു സാധ്യത എന്നുള്ള നിലയിലാണ് പി കെ രാഗേഷിന്റെ വിജയത്തെ പി രാമകൃഷ്ണൻ അടക്കം കണ്ടത്. പി രാമകൃഷ്ണനെ ഉപയോഗിച്ചുകൊണ്ട് ഇന്നലെ വൈകുന്നേരം അവസാനവട്ട ചർച്ച നടത്തിയെങ്കിലും അതും പരാജയപ്പെടുന്ന ഒരവസ്ഥയിലേക്കാണ് മാറിയിട്ടുള്ളത്. പി കെ രാഗേഷ് തന്റെ നിലപാടിൽ ഉറച്ചു നിൽക്കുന്നു. കാരണം ഈ അവസാന നിമിഷങ്ങളിൽ തന്റെ നിലപാടിൽ ഉറച്ചു നിന്നില്ലെങ്കിൽ അത് പി കെ രാഗേഷിന് തന്നെ ഏൽക്കുന്ന ഏറ്റവും വലിയ അടിയായിരിക്കും. അതുവഴി എ ഗ്രൂപ്പിനടക്കം താൻ പറഞ്ഞിരിക്കുന്ന നിബന്ധനകൾ പാലിച്ചില്ലെങ്കിൽ അല്ലെങ്കിൽ ഉറപ്പുകൾ കൃത്യമായും പാലിക്കപ്പെട്ടിട്ടില്ലെങ്കിൽ അത് എ ഗ്രൂപ്പിന് ഏൽക്കുന്ന ഏറ്റവും വലിയ അടിയായിരിക്കും എന്നുള്ള യാഥാർത്ഥ്യം ഉൾക്കൊണ്ടുകൊണ്ടാണ് പി കെ രാഗേഷ് ഇപ്പോഴും മുന്നോട്ട് പോകുന്നത്. അതോടുകൂടി ജില്ലയിലെ എ ഗ്രൂപ്പിന്റെ ആധിപത്യം തിരിച്ചുവരവിനുള്ള സാധ്യത കൂടി മങ്ങും. അതുകൊണ്ട് തന്നെ ഇടതുപക്ഷത്ത് നിന്നുകൊണ്ട് പൊരുതുക എന്നുള്ളതായിരിക്കും മിക്കവാറും ഈ തന്ത്രങ്ങളിൽ പ്രധാനം. പി കെ രാഗേഷ് എടുക്കുന്ന തന്ത്രങ്ങളിൽ പ്രധാനം എന്നാണ് തോന്നുന്നത്. പുറമെ നിന്നും ഇടതുപക്ഷത്തെ പിന്തുണക്കുക, അതോടൊപ്പം തന്നെ എ ഗ്രൂപ്പിന്റെ ശക്തി വർദ്ധിപ്പിക്കുക, പി രാമകൃഷ്ണന്റെ ശക്തി വർദ്ധിപ്പിക്കുക എന്നുള്ളത് തന്നെയായിരിക്കും ഈ സമയത്ത് പി കെ രാഗേഷ് എടുക്കുന്ന തീരുമാനം എന്നാണ് അണികളടക്കം പറയുന്നത്. ഇപ്പോൾ മേയർ പദവി ലഭിക്കാനും കോർപ്പറേഷൻ തങ്ങൾക്ക് നേടാനുമുള്ള ഒരു താൽക്കാലിക തീരുമാനവും പ്രലോഭനവും മാത്രമാണ് UDFന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത് എന്നുള്ള വിശ്വാസവും എ ഗ്രൂപ്പിനടക്കമുണ്ട്. ഇത് എ ഗ്രൂപ്പ് അടക്കം കെ സുധാകരനെതിരെ KPCCക്ക് ഒരു കത്തയച്ചിട്ടുണ്ട്. അത് കെ സുധാകരന്റെ അപ്രമാദിത്വം, അതാണ് ജില്ലയിലെ കോൺഗ്രസിന്റെ പ്രശ്നങ്ങൾക്ക് കാരണം എന്നുള്ള രീതിയിലാണ് കത്തയച്ചിരിക്കുന്നത്. ആ കത്തിന്റെ അടിസ്ഥാനത്തിൽ എ ഗ്രൂപ്പിന് മുന്നോട്ട് വരാനുള്ള ഒരു സാധ്യത തുറന്നു കൊടുത്തത് പി കെ രാഗേഷാണ്. അതുകൊണ്ട് തന്നെ നിസ്സാരമായ കാര്യങ്ങൾക്ക് വഴങ്ങിക്കൊണ്ട് ഡെപ്യൂട്ടി മേയർ സ്ഥാനം ഇത്തരത്തിലുള്ള നിസ്സാരമായ കാര്യങ്ങൾക്ക് വഴങ്ങിക്കൊണ്ട് മുന്നോട്ട് പോവുക എന്നുള്ളതല്ല. അതേസമയം തന്നെ ഈ ഒരു സ്ഥാനം, ഈ ഒരു നിർണായക നിമിഷം ഉപയോഗിച്ചുകൊണ്ട് കെ സുധാകരനെ അടിച്ചമർത്താനുള്ള ഏറ്റവും അവസാനത്തുള്ള അടവുകൾ പോലും പ്രയോഗിക്കുക എന്നുള്ളതാണ് വ്യക്തമാണ്. അത്തരത്തിലുള്ള സന്ദേശം തന്നെയാണ് ഏറ്റവും അവസാന നിമിഷവും പി കെ രാഗേഷ് പയറ്റുന്നത്. ഇനി നിമിഷങ്ങൾക്കകം അദ്ദേഹത്തിന്റെ വാർത്താ സമ്മേളനം നിലപാട് കൂടി അറിയേണ്ടതുണ്ട്.